ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ തൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ കാണാൻ പോവുകയാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിബൻ കാണാനായിട്ട് പോവുകയാണ്. അണ്ണൻ ഓൾറെഡി ഈ സിനിമ കണ്ടു കേട്ടോ ഒരു വട്ടം. അതുകൊണ്ട് ഞങ്ങളെയും കൂടെ കൊണ്ടുപോയി കാണിക്കുകയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പപ്പ, അമ്മ, ഞാൻ, അണ്ണൻ, ഞങ്ങൾ 4 കുട്ടിയാണ് പോകുന്നത്. അപ്പോൾ അണ്ണൻ പറഞ്ഞു ഇത് നല്ലൊരു സിനിമയാണ്, അത് ആ ഒരു സ്ക്രീൻ അടിപൊളിയായാൽ മാത്രമേ നമുക്കത് നല്ല രസത്തിൽ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട്. താമരക്കുളമൊക്കെ കഴിഞ്ഞത് നൂറനാട് സ്വാതി എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്ററുണ്ട്. അപ്പോൾ ആ തിയേറ്ററിലാണ് നമ്മൾ ഈ സിനിമ കാണാനായിട്ട് പോകുന്നത്. 7 മണിക്കത്തെ ഷോ ആണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് മിക്കവാറും ലേറ്റ് ആവുന്ന വേഷനാണ് കാണുന്നത്. അന്നേരമാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരുങ്ങും കേട്ടോ, എവിടെ പോകണമെങ്കിലും നേരത്തെ ഒരുങ്ങും. അപ്പോഴാണ് എൻ്റെ പിരിവ് ഇങ്ങനെ ത്രെഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ സാധാരണ ബ്ലേഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് ബ്ലേഡൊക്കെ എടുത്തിട്ട് ആരും കാണാനൊന്നുമില്ല, രാത്രിയാവും. എന്നാലും ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് റെഡി ആയിട്ട് പോകാം. അപ്പോൾ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടാണ് കേട്ടോ ഈ സിനിമ എനിക്ക് കാണണം എന്ന്. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ കേൾക്കുമല്ലേ, അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഈ സിനിമ കാണാനായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് തട്ടിക്കുട്ടി മേക്കപ്പൊക്കെ ഒരുവിധം ചെയ്തിട്ട് ഞാൻ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും നമ്മുടെ ചീരത്തോരനും ചോറും മോരും ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഈ ഒരു ബ്ലൂ ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി ഞാൻ റെഡി ആയിട്ട് വരാം. പിന്നെ നമുക്ക് ഈ സിനിമയെക്കുറിച്ചിട്ട് ഞാൻ സിനിമ കണ്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ നല്ല അടിപൊളി സിനിമ. ഞാനെൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താണ് സ്ഥലത്ത് നമ്മൾ ഉണ്ടെന്നുള്ളൊരു ഫീൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ പഴയ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു ഭയങ്കര സ്വപ്ന സങ്കല്പ ജീവികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതിലെ കളർ കോമ്പിനേഷൻസ്. അതുപോലെ തന്നെ ആ ഒരു ഇരുട്ടൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വല്ലാത്തൊരു ഫീലാണ്. പഴയ കഥകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ആ ഒരു സ്വപ്ന ജീവികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുവരെ ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ഭയങ്കരമായിട്ട് വൈഡ് ആംഗിളിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുന്നത്. ആ ഒരു നമ്മുടെ കണ്ണിങ്ങനെ തുറന്നിരിക്കുന്ന പോലെ തോന്നും, അത്രയ്ക്കും വൈഡായിട്ടാണ് കാണുന്നത്. പിന്നെ ലാലേട്ടൻ്റെ അഭിനയം ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ലാലേട്ടൻ മാത്രമല്ല അതിനകത്ത് എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പം സമയം ഒരു 7:10 ആയിട്ടോ. സിനിമ ഇങ്ങനെ തുടങ്ങി ലാലേട്ടൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ, ആ ഒരു സീനും സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്താണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. കുറച്ച് ഞങ്ങൾ ലേറ്റായിപ്പോയി. അപ്പോൾ എന്തായാലും അടിപൊളി സിനിമയാണ് കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം. നല്ല ഭയങ്കര ക്ലാരിറ്റിയാണ് കാണാനായിട്ട്. സൂപ്പർ സിനിമ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് കമൻസൊക്കെ കുറേ പേരൊക്കെ പറയുന്നതൊക്കെ കേട്ടായിരുന്നു. പക്ഷേ എനിക്കൊരു നെഗറ്റീവ് തോന്നിയില്ല. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമ, നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നും കൂടി കാണണം എന്ന് ആഗ്രഹമുണ്ട്. അണ്ണൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ ഈ ഒരു തിയേറ്റർ ഫുള്ള് റെഡാണ് കേട്ടോ. ഇത് ഇൻ്റർവെൽ സമയമാണ്. ഇൻ്റർവെൽ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഫുള്ള് റെഡായി. നമ്മളൊക്കെ ചുമന്ന് ചെമ്പരത്തിപ്പൂ പോലെ ഇരിക്കുകയാണ് കേട്ടോ. റെഡും യെല്ലോയും ആണ് ഫുൾ അവിടെ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു തിയേറ്ററാണ് കേട്ടോ. ഒരുപാട് പേര് ഇരിക്കാൻ പറ്റുന്നൊരു വലിയ തിയേറ്ററാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ സിനിമ കാണാൻ വരുന്നത്. അണ്ണൻ ഇതിന് മുന്നേ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അണ്ണൻ പറഞ്ഞത് ഇവിടെ വന്ന് നമുക്ക് കാണാമെന്ന്. കാരണം എന്നാലേ ആ ഒരു സിനിമയുടെ ഭംഗി നമുക്ക് അറിയൂന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സിനിമയൊക്കെ തീർന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയായി. നല്ല സൂപ്പർ സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇവിടം വരെ വീട് വരെ ഞങ്ങൾ ഇതിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഓരോ കഥാപാത്രങ്ങളും ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്തതും ഓരോരുത്തർക്കും ആ റോൾ അത്ര അടിപൊളിയായിട്ട് സ്യൂട്ടാവുന്നതൊക്കെ പറയും. സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തേക്ക് കാണാം. ടാറ്റാ.